നമസ്കാരം. ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് RSS. ദശലക്ഷക്കണക്കിന് സ്വയം സേവകർ നിസ്വാർത്ഥമായി ഈ രാജ്യത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്നു. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവരും സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്താൻ RSSനെ അധിക്ഷേപിക്കുന്നത് ഒരു തൊഴിലായി കണ്ടവരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ബംഗളൂരുവിലെ കോടതി നൽകിയ ശക്തമായ മുന്നറിയിപ്പാണ് ഈ വിധി. രജിസ്ട്രേഷനില്ല, അംഗങ്ങളില്ല എന്നൊക്കെ പുച്ഛിച്ചു തള്ളിയ പ്രിയങ്ക ഖാർഗെയെ പോലെയുള്ളവർക്ക് കോടതിയുടെ വിധി ലഭിച്ചതോടെ അധികാരത്തിന്റെ മറവിൽ എന്തും പറയാമെന്ന അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി പ്രിയങ്ക ഖാർഗെയെ പോലെയുള്ള നേതാക്കൾ RSSനെതിരെ നിരന്തരം അധിക്ഷേപങ്ങൾ ചൊരിയുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഇവർക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒരു വശത്ത് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായി RSSനെയും അതിന്റെ പ്രവർത്തകരെയും ലക്ഷ്യമിടുന്നു. സംഘടന സമൂഹത്തിൽ ശക്തമാണെന്ന് ഇവർക്കും അറിയാം. അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളെ തടയാൻ ഇവർ ഇത്രയേറെ വെമ്പുന്നത്. എന്നാൽ മറുവശത്ത് കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവർ പറയുന്നത് RSS എന്നത് ഒരു സംഘടനയേ അല്ല, അതിൽ അംഗങ്ങളില്ല, അതുകൊണ്ട് ആർക്കും മാനനഷ്ട കേസ് നൽകാൻ അവകാശമില്ല എന്നാണ്. എത്ര വലിയൊരു തട്ടിപ്പാണിത്! ഒരു സംഘടനയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ അതിനെ ഭയപ്പെടുന്നത്? എന്തിനാണ് അതിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ഇത്രയേറെ ഉത്സാഹിക്കുന്നത്? ഈ ചോദ്യമാണ് ബംഗളൂരുവിലെ പ്രത്യേക കോടതി ജഡ്ജി സന്ദീപ് പാട്ടീൽ കൃത്യമായി ചോദിച്ചത്. പ്രിയങ്ക ഖാർഗെയെ പോലെയുള്ളവരുടെയും കൂട്ടരുടെയും ഈ ഇരട്ടത്താപ്പിനെ കോടതി അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് കണ്ടത്. ഒരു മന്ത്രിക്ക് ചേർന്ന മര്യാദയല്ല ഇതെന്ന് കോടതി വ്യക്തമാക്കുന്നു. അധികാരത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ എന്ത് അബദ്ധവും പറയാമെന്ന് കരുതുന്നവർക്കുള്ള കനത്ത പ്രഹരമാണിത്. തേജസ് എന്ന സ്വയം സേവകൻ നൽകിയ പരാതിയിൽ പ്രിയങ്ക ഖാർഗെയും മുഹമ്മദ് നാലാപ്പാടും ജൂലൈ 21 കോടതിയിൽ ഹാജരാകണം. ഇവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ഇത് രാജ്യത്തെ നിയമത്തിനു മുന്നിൽ ആരും വലിയവരല്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. RSS എന്ന പ്രസ്ഥാനം കൃത്യമായ ലക്ഷ്യവും ഘടനയുമുള്ള ഒന്നാണെന്നും അതിലെ ഏതൊരു അംഗത്തിനും താൻ അപമാനിക്കപ്പെട്ടുവെന്ന് തോന്നിയാൽ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും കോടതി വിധിച്ചു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളല്ല ഒരു സംഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്നത്, അതിന്റെ ലക്ഷ്യവും പ്രവർത്തനങ്ങളുമാണെന്ന കോടതിയുടെ നിരീക്ഷണം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. ആരാധകനും സ്വയം സേവകനും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നത്. ഒരു ആരാധകൻ വെറും കാഴ്ചക്കാരനാണ്, എന്നാൽ ഒരു സ്വയം സേവകൻ അങ്ങനെയല്ല. അവർ സംഘടനയുടെ ആശയങ്ങളുമായി രക്തബന്ധങ്ങളെക്കാൾ വലിയ അടുപ്പമുള്ളവനാണ്. താൻ ഒരു സ്വയം സേവകനാണെന്ന് അഭിമാനത്തോടെ പറയുന്ന തേജസിനെ പോലെയുള്ളവർ RSSന്റെ ആത്മാഭിമാനത്തിന് ഏൽക്കേണ്ടി വന്ന മുറിവ് തിരിച്ചറിഞ്ഞാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. ഇത് ലക്ഷക്കണക്കിന് സ്വയം സേവകർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെയധികം വലുതുമാണ്. നമ്മൾ പ്രതികരിച്ചാൽ അത് നിയമത്തിന്റെ വഴിയിലൂടെ ആയിരിക്കുമെന്ന സന്ദേശം ഇവിടെ വളരെയധികം വ്യക്തമാണ്. ജൂലൈ 21 കോടതിയിൽ ഹാജരാകുമ്പോൾ താൻ എന്തിനാണ് ഇത്രയും തരംതാണ രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തിയതെന്ന് പറയാൻ പ്രിയങ്ക ഖാർഗെ ബാധ്യസ്ഥനാണ്. രാഷ്ട്രീയ വിരോധം തീർക്കാൻ രാജ്യത്തിന്റെ കാവൽക്കാരെ അപമാനിച്ചവർക്ക് നിയമത്തിന് മുന്നിൽ തല കുനിക്കേണ്ടി വരും. തെളിവുകൾ ഹാജരാക്കാൻ കോടതി അവസരം നൽകിയിട്ടുണ്ട്. RSSനെ അപമാനിക്കാൻ പ്രത്യേക ഉദ്ദേശത്തോടെയാണോ ഈ പ്രസ്താവനകൾ നടത്തിയതെന്ന് വിചാരണയിൽ വ്യക്തമാകും. ഇവിടെയാണ് പ്രതികൾക്ക് 8ന്റെ പണി കിട്ടാൻ പോകുന്നത്. തങ്ങൾ പറഞ്ഞ നുണകൾക്ക് തെളിവ് നിരത്താൻ ഇവർക്ക് കഴിയില്ല. കാരണം അതൊക്കെയും അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭാരതത്തിന്റെ ഈ കുതിപ്പിനെ തടയാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ സദാസമയം പ്രവർത്തിക്കുന്നുമുണ്ട്. RSS എന്ന പ്രസ്ഥാനം ഭാരതത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ഇവർ നിരന്തരം ആക്രമിക്കുന്നത്. എന്നാൽ ഇത്തരം കോടതി വിധികളിലൂടെ ഭാരതത്തിന്റെ ജനാധിപത്യം എത്രത്തോളം കരുത്തുറ്റതാണെന്ന് ലോകം കാണുന്നു. വ്യക്തിയുടെ അന്തസ്സ് സംരക്ഷിക്കാൻ നിയമവ്യവസ്ഥയുണ്ടെന്ന ബോധം സാധാരണക്കാരന് ലഭിക്കുന്നു. RSSനെതിരെ ഇനിയും ഇത്തരം കുപ്രചാരണങ്ങൾ നടത്തുന്നവർക്കുള്ള താക്കീതാണിത്. പ്രവർത്തകർ ഒത്തൊരുമയോടെ ആത്മവിശ്വാസത്തോടെ ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കണം. നിയമം കയ്യിലെടുക്കുന്നവരല്ല, നിയമത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ വിജയങ്ങൾ കൊണ്ടുവരുന്നത്. BJPയുടെയും RSSന്റെയും വളർച്ച തടയാൻ ശ്രമിക്കുന്നവർക്ക് കോടതിയിൽ നിന്ന് ഇനിയും ഇത്തരം തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും ഭരണത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിൽ ഉള്ളവർക്കും ഒരുപോലെ ബാധകമായ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ കർണാടകയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ RSSനെ അധിക്ഷേപിക്കുന്നത് ഒരു രാഷ്ട്രീയ വിനോദമായി മാറിയിരിക്കുകയാണ്. മന്ത്രി പ്രിയങ്ക ഖാർഗെയെ പോലെയുള്ളവർ RSSനെതിരെ പ്രസംഗിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അവഹേളിക്കുന്നത് ഭാരതത്തിന്റെ ബോധത്തെ തന്നെയാണ്.
സംഘടനയില്ലെന്നും അംഗങ്ങളില്ലെന്നും വിളിച്ചു പറയുന്നവർ ഇതേ സംഘടനയുടെ സേവനങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? പ്രളയ ദുരന്തത്തിലും കോവിഡ് കാലത്തും മറ്റ് ദേശീയ പ്രതിസന്ധികളിലും നിസ്വാർത്ഥമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് സ്വയം സേവകരാണ്. ഇത് കണ്ട് കണ്ണടയ്ക്കുന്നവർ സംഘടനയുടെ ഘടനയെക്കുറിച്ച് നിയമ ക്ലാസ് എടുക്കാൻ വരുന്നത് തികഞ്ഞ കാപട്യമാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികൾക്കും അരാജകവാദികൾക്കും കരുത്ത് പകരുകയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ ഇവർ ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അധികാരത്തിന്റെ മത്ത് തലയിൽ പിടിച്ചവർ മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. കാലം മാറും, ഭരണാധികാരികൾ മാറും, എന്നാൽ ഭാരതത്തിന്റെ ഈറ്റില്ലമായ RSS എന്ന മഹാപ്രസ്ഥാനം പർവ്വതം പോലെ നിലനിൽക്കും. കോടതിയുടെ ഈ ഇടപെടൽ ജനാധിപത്യത്തിന്റെ മറവിൽ നടക്കുന്ന അധിക്ഷേപങ്ങൾക്ക് ഇനിമേലാൽ സ്ഥാനമുണ്ടാകില്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് വോട്ടർമാർ തന്നെ തക്കതായ മറുപടി നൽകുന്ന കാലം വിദൂരമല്ല. നിയമം കയ്യിലെടുക്കുന്നവരല്ല, നിയമത്തെ ബഹുമാനിക്കുന്നവരാണ് ഭാരതം ഭരിക്കേണ്ടതെന്ന ബോധം ജനങ്ങളിൽ വേരുറപ്പിക്കുകയാണ്. ഇത്തരം പ്രസ്താവനകളിലൂടെ രാഷ്ട്രീയമായി നേട്ടം കൊയ്യാമെന്ന് കരുതിയവർക്ക് ഇന്ന് ജനമധ്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരിഹാസ്യമാണ്. സ്വയം സേവകരുടെ ആത്മവീര്യം തകർക്കാൻ നോക്കുന്നവർ തങ്ങളുടെ അടിത്തറയാണ് ഇളകുന്നതെന്ന് തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. പുതിയ നിയമ പരിഷ്കാരങ്ങളിലൂടെ ഭാരതം മുന്നോട്ട് വെക്കുന്നത് നീതിപൂർവമായ ഒരു സാമൂഹിക വ്യവസ്ഥയാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ വരവോടെ ഒരു പൗരന്റെ അന്തസ്സിന് മുകളിൽ ആർക്കും കടന്നു കയറാൻ സാധിക്കില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഈ കേസിൽ കോടതി സ്വീകരിച്ച നിലപാട് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഒരു സംഘടനയുടെ രജിസ്ട്രേഷൻ രേഖകളോ കടലാസ് തെളിവുകളോ അല്ല RSS എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അന്തസ് എന്നത് കോടതി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. പ്രിയങ്ക ഖാർഗെയെ പോലെയുള്ള നേതാക്കൾ RSSനെ അധിക്ഷേപിക്കുമ്പോൾ അത് കേവലം ഒരു പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയല്ല, പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ഭാരതീയരുടെ ആത്മാഭിമാനത്തെയാണ് ചവിട്ടിമെതിക്കുന്നത്. നിയമം എന്നത് കേവലം പുസ്തകങ്ങളിൽ എഴുതിയ വാക്കുകളല്ല, അത് സമൂഹത്തിലെ തിന്മകളെ തിരുത്താനുള്ള ഒരു ഉപാധിയാണ്. രജിസ്ട്രേഷൻ ഇല്ലെന്ന് പറഞ്ഞ് RSSനെ ഒഴിവാക്കാൻ നോക്കുന്നവർ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളെയാണ് പരിഹസിക്കുന്നത്. ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാത്തവർ നിയമവിരുദ്ധമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന സത്യം ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നു. ഇതിലൂടെ ഭാവിയിൽ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരനും 10 തവണ ആലോചിക്കേണ്ടി വരും. RSS എന്ന പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കുന്നവർക്ക് കോടതിയുടെ ചുവരുകൾക്കുള്ളിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കുന്നത് ചരിത്രപരമായ ഒരു കഴിവാണ്. നിയമപരമായ പോരാട്ടങ്ങൾ അക്ഷീണം തുടരുന്ന സ്വയം സേവകർ ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന യഥാർത്ഥ കാവൽക്കാരായി മാറുകയാണ്. RSS എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്ത് എന്നത് അതിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകരാണ്. ഒരു സ്വയം സേവകൻ എന്നത് വെറും അംഗമല്ല, ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു ഭടനാണ്. പ്രിയങ്ക ഖാർഗെ പോലെയുള്ളവർ നടത്തുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ തേജസ് എന്ന സ്വയം സേവകൻ എടുത്ത നിയമ നടപടി സംഘത്തിന്റെ ഓരോ പ്രവർത്തകനും നൽകുന്ന സന്ദേശം വളരെയധികം വലുതാണ്. ഭയപ്പെടേണ്ടതില്ല, നിയമത്തിന്റെ വഴിയിൽ നമ്മൾ ശക്തരാണ്. ഇത്തരം കേസുകൾ RSSനെ കൂടുതൽ ജനകീയമാക്കുകയുള്ളൂ. ജനങ്ങൾ സത്യം തിരിച്ചു. മന്ത്രിമാർ പ്രസംഗങ്ങളിൽ എത്ര വലിയ അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും താഴെത്തട്ടിൽ RSSന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്ന സാധാരണക്കാരൻ അത് വിശ്വസിക്കില്ല. രാഷ്ട്രീയമായ പകപോക്കലുകൾക്ക് വേണ്ടി ഒരു ദേശീയ പ്രസ്ഥാനത്തെ അപമാനിക്കുന്നവൻ തങ്ങളുടെ വോട്ടർമാരെ കൂടിയാണ് അപമാനിക്കുന്നത്. ഈ കോടതി ഉത്തരവ് സ്വയം സേവകർക്കിടയിൽ വലിയൊരു ആവേശം പകരും. ഇനിയുള്ള കാലം അധിക്ഷേപങ്ങൾക്കെതിരെ മൗനം പാലിക്കുന്ന രീതിയല്ല, നിയമത്തിന്റെ ഭാഷയിൽ മറുപടി നൽകുന്ന രീതിയായിരിക്കും RSS പിന്തുടരുക. ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. പ്രിയങ്ക ഖാർഗെയ്ക്കും കൂട്ടർക്കും കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നത് അഹങ്കാരം അസ്തമിക്കുമെന്നതിന്റെ സൂചന കൂടിയാണ്. RSSനെ സ്നേഹിക്കുന്നവർക്ക് ഇത് അഭിമാന നിമിഷമാണ്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി ഇത് മാറുന്നു. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിലെ ഇത്തരം വൃത്തികെട്ട കളികൾക്കെതിരെ കൂടുതൽ കർശനമായ നിയമ നടപടികൾ സ്വയം സേവകർ സ്വീകരിക്കും. ഇത് ഭാരതീയരുടെ വിജയമാണ്, ധർമ്മത്തിന്റെ വിജയമാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, സത്യം ജയിക്കും. കാരണം നമ്മുടെ മാർഗം ധർമ്മത്തിന്റെ മാർഗമാണ്. സത്യം ജയിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിധി. RSS എന്ന ആശയത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അധിക്ഷേപങ്ങൾ അലയടിക്കുമ്പോൾ അത് തിരികെ വന്ന് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നു. കർണാടകയിലെ ജനങ്ങൾ ഇവരുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുന്നുമുണ്ട്. ജൂലൈ 21 കോടതി വിധിക്ക് ശേഷം അവർക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. RSS മുന്നോട്ട് പോകും, ഭാരതവും മുന്നോട്ട് പോകും. നുണ പറയുന്നവരുടെ അഹങ്കാരം തകരും. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങൾ RSS പ്രവർത്തകർ നടപ്പിലാക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.